സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദ സദസ്സ ആളുകളെ ആക്ഷേപിക്കുന്ന പരിപാടിയായി മാറിയിരിക്കുന്നുവെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ED കണ്ടുകെട്ടിയ ബാങ്കിലെ പണം വിതരണം ചെയ്യാൻ നിയമപരമായി തടസ്സമുണ്ട്. പിടിച്ചെടുത്ത പണത്തിന്റെ ഉടമകൾ പലതരത്തിലുള്ള കേസുകളുമായി മുന്നോട്ടു പോവുകയാണ്. അതിൽ തീർപ്പാക്കാത്ത പണം വിതരണം ചെയ്താൽ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. BJP നേതാക്കളുടെ ഉടമസ്ഥതയിലുള്ള മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളിൽ കോടികളാണ് പലരും നിന്നായി തട്ടിയത്. അതിൽ ₹1 പോലും തിരിച്ചു കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് സുരേഷ് ഗോപി എന്താണ് മിണ്ടാത്തതെന്നും KV അബ്ദുൽ ഖാദർ ചോദിച്ചു. ഇപ്പോൾ കലുങ്ക് സംവാദം ജനങ്ങളുടെ മെക്കെട്ടുകയറ്റായിട്ട് മാറി എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ള കാര്യം. അത് പലയിടങ്ങളിലും അങ്ങനെയാണ്. ധിക്കാരപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. കരുവന്നൂർ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ഇലക്ഷൻ മുമ്പ് നടത്തിയ എത്ര നാടകങ്ങൾ നമുക്കറിയാം. പക്ഷെ ഇപ്പം അദ്ദേഹം എന്താ പറയുന്നത്? മുഖ്യമന്ത്രിയോട് ചോദിക്കൂ. മുഖ്യമന്ത്രിയോട് ചോദിക്കാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശുപാർശയുടെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ ED ആരോപിച്ച് ഫ്രീസ് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകൾ, അതിൽ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ CPIMന്റെ അക്കൗണ്ട് ഉണ്ട്. അതുപോലെ വ്യക്തികൾ, കേസുള്ള വ്യക്തികളുടെ ഉണ്ട്, വാഹനങ്ങളുണ്ട്, ഭൂമിയുണ്ട്. ഇതൊക്കെ ആ കേസിന്റെ തീർപ്പായ ശേഷമല്ലേ അത് പിന്നെ വിതരണം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്താണ് സുരേഷ് ഗോപിയുടെ പാർട്ടിയുടെ അനുഗ്രാശിസുകളോടെ ഇവിടെ ആരംഭിച്ച മൾട്ടി സ്റ്റേറ്റ് ബാങ്കുകൾ ജനങ്ങളെ പറ്റിച്ച് കബളിപ്പിച്ച് നിക്ഷേപം സ്വീകരിച്ച് ₹1 തിരിച്ചു കൊടുക്കാൻ വല്ല സംവിധാനമുണ്ടോ? സുരേഷ് ഗോപിക്കോ BJPക്കോ മറുപടി ഉണ്ടോ?